ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവ ഉപ്പുമാവ്. അപ്പോൾ ശകലം പോലും കട്ട പിടിക്കാതെ നല്ലതുപോലെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയും ചൂടായി കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പിട്ട് നല്ലതുപോലെ ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഗോൾഡൻ കളർ ആകുന്ന വരെ ഇതിനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് ഗോൾഡൻ കളർ ആവണ്ട, ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി. 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് ഇളക്കി കൊടുക്കാം. ശകലം കറിവേപ്പില അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അരക്കപ്പ് ഗാജർ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചിരകിയത് 3 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് വിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിവിടെ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 200 ഗ്രാം റവയുണ്ട്. ഇത് വറക്കാത്ത റവയാണ്. ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വറക്കാത്ത റവ ആയതുകൊണ്ട്. റവ വറുത്താണെങ്കിൽ ഇത്രയും സമയം വേണ്ട, പെട്ടെന്നായി കിട്ടും. ഇത് വറുക്കാത്ത റവയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിനു വേണ്ടിയിട്ട് റവ എടുത്ത് അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം നമ്മൾ ഇതിനകത്തിലോട്ട് തിളപ്പിച്ചാണ് ഒഴിക്കുന്നത്. ശകലം ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തിളയ്ക്കാൻ വെച്ച വെള്ളം ഇവിടെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തിലോട്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ട പിടിക്കാത്ത രീതിയിൽ ഇതിനെ ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ 1 കപ്പ് റവയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടില്ല. ഇതിനെ വേവാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ 1 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വെട്ടിക്കൊടുക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. ശകലം പോലും കട്ട പിടിച്ചിട്ടില്ല. ഏറ്റവും ലാസ്റ്റിൽ 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരും. ഷുഗർ വേണ്ടാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശകലം പോലും കട്ട പിടിച്ചിട്ടില്ല. നമുക്കിതിനെ ഒന്ന് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശകലം പോലും കട്ട പിടിക്കാതെ. അപ്പോൾ ഈ രീതിയിൽ റവ ഉപ്പുമാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി വരും വരെ ബൈ.